നമുക്കൊരു മാഗി ഉണ്ടാക്കിയാലോ? ആദ്യം കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് മാറ്റി വെക്കുക. പിന്നെ ഒരു പാൻ എടുത്ത് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഒരു കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ആ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടെ എന്നിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. അതൊന്ന് ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം നമ്മൾ ഈ മാഗി വേവാനുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. ഞങ്ങളിവിടെ 2 പേർക്കുള്ള മാഗിയാണ് എടുക്കുന്നത്. നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മളതിൻ്റെ ബാലൻസ് പാക്കറ്റിനകത്തുണ്ടായിരുന്ന എല്ലാം ഇട്ടിട്ട് പിന്നെ അതേ വെള്ളം തന്നെ നമുക്കൊന്ന് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് കുതിർന്ന് കിട്ടും. അത് കുതിർന്നതിന് ശേഷം അതിൻ്റെ തന്നെ മസാല നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് ഇട്ടതിന് ശേഷം അതൊന്ന് എല്ലായിടത്തും ആവാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കണേ. അതൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മുട്ട ഒന്ന് പൊട്ടിച്ച് നമുക്കൊന്ന് ചിക്കി വെക്കാം. ഞങ്ങളിവിടെ 2 പേർക്കുള്ള മാഗിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 2 മുട്ട എടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ആ മുട്ടയ്ക്കകത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. തീ കുറച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. പക്ഷേ ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. തീ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുട്ട എടുത്ത് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് അത് നമുക്കൊന്ന് ചിക്കി എടുക്കാം. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. പിന്നെ അതിന് ശേഷം നമ്മൾ ആ മുട്ട ഈ മാഗിയുടെ ഭാഗത്തുനിന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, എന്നാലും സംഭവം വർക്കിംഗ് ആണ്.